കോൺഗ്രസിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF ഘടകകക്ഷി RSP സീറ്റ് വിഭജനവും മുന്നണി തർക്കങ്ങളും കോൺഗ്രസിന് കീറാമുട്ടായി തുടരുന്നതിനിടെയാണ് RSP 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ചവറയിൽ ഷിബു ബേബി ജോൺ മത്സരിക്കും. കുന്നത്തൂർ, ഇരവിപുരം, ആറ്റിങ്ങൽ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട്, പയ്യന്നൂർ സീറ്റുകൾ സംബന്ധിച്ച ചർച്ച തുടരുകയാണെന്നും ഷിബു ബേബി ജോൺ അറിയിച്ചു. 4 സീറ്റിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടുണ്ട്. 5ാമത്തെ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഞങ്ങൾ കാഞ്ഞങ്ങാട് സീറ്റാണ് ഞങ്ങൾ അവസാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് അതിൻ്റെ ആലോചനകൾ നടത്തി വരികയാണ്. ഇന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തത ഇങ്ങോട്ട് അറിയിക്കും. വിശദാംശങ്ങളുമായി ഷമീർ അബ്ദുള്ളുണ്ട് കൊല്ലത്ത് നിന്നും. ഷമീർ തന്നെ നിരവധി വാർത്തകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇരവിപുരത്തെ തർക്കവുമായി ബന്ധപ്പെട്ട്, RSPയിലെ കൂട്ടയടിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ RSP എല്ലാം കൊണ്ടും സജ്ജമാണ്. സീറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് ഇനി ബാക്കി നിൽക്കുന്ന അനിശ്ചിതത്വം? RSPയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നെങ്കിലും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ആദ്യം പ്രഖ്യാപിച്ചതുപോലെ തന്നെ ചവറയിൽ ഷിബു ബേബി ജോണും, കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും, ഇരവിപുരത്ത് വിഷ്ണുമോഹനും, ആറ്റിങ്ങലിൽ സന്തോഷ് ഭദ്രനുമാണ് മത്സരിക്കുന്നതെന്നാണ് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി അസീസും ഷിബു ബേബി ജോണും ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. 5ാമത് ഒരു സീറ്റ്, അത് മട്ടന്നൂർ സീറ്റിലാണ് RSP സാധാരണയായി മത്സരിക്കുന്നത്. എന്നാൽ മട്ടന്നൂർ സീറ്റ് ഇത്തവണ ആവശ്യമില്ല, അതിൽ മത്സരിക്കേണ്ടതില്ല എന്ന് RSP തീരുമാനിക്കുകയായിരുന്നു. പകരം കാഞ്ഞങ്ങാട് സീറ്റാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് സീറ്റിലോ അല്ലെങ്കിൽ പയ്യന്നൂർ സീറ്റോ, കാഞ്ഞങ്ങാട് സീറ്റ് നൽകിയില്ലെങ്കിൽ പയ്യന്നൂർ സീറ്റിലെങ്കിലും മത്സരിക്കാനാണ് നിലവിൽ ഇപ്പോൾ RSP ആലോചിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ UDFനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാഞ്ഞങ്ങാട്ടേക്കും പയ്യന്നൂരിലേക്കും സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. പക്ഷേ അതിന് പച്ചക്കൊടി കാട്ടേണ്ടത് അത് UDF ആണ്, കോൺഗ്രസ് നേതൃത്വമാണ് അതിൽ അന്തിമ തീരുമാനം അറിയിക്കുന്നത്. നേരത്തെ ചടയമംഗലം ആവശ്യപ്പെട്ടെങ്കിലും അത് ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയതോടെ ചടയമംഗലം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും RSP പിന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും. ഇത്തവണ RSPക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് RSPയുടെ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തന്നെ പറയുന്നത്. എന്നാലും ഇവർ തമ്മിലുള്ള പ്രേമചന്ദ്രൻ വിഭാഗവും ഒപ്പം തന്നെ ഷിബു ബേബി ജോൺ വിഭാഗവും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രേമചന്ദ്രൻ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.